പ്രവാസത്തില് ദിവസം 2 നേരം കുളിക്കുന്നത് നമ്മള് മലയാളികൾ മാത്രം. കുളിക്കാനില്ല വെള്ളം തലേന്ന് തന്നെ ബക്കറ്റിൽ പിടിച്ചു. ഇന്ന് ബക്കറ്റ് എടുത്ത് നോക്കിയപ്പോ ബക്കറ്റിത്തെ വെള്ളത്തിന് നല്ല ചൂട്. ആരോ വെള്ളം കട്ടിക്കണ്. കേട്ടിട്ടില്ലേ, 3-4 ലോക മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് വെള്ളത്തിനും വേണ്ടിയാണ്ടാണ്. ഇന്നിപ്പോ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു അവസ്ഥ. കുറച്ച് മയണൈസും കുബൂസും കിട്ടുകയാണെങ്കിൽ ഫവാസ് അൽഫാം റെഡി ആട്ടോ. പല്ലേക്കണിന്റെ ഇടയിലാണ് ഇത് ശ്രദ്ധിച്ച് ഏതോ ഒരു കലിപ്പം കുത്തിയതാണ്. അവന്റെ കാന്താരിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. കുളി കഴിഞ്ഞിട്ടോ, അൽഫാം ഫുൾ ആയിട്ട് വെന്തിട്ടില്ല, എന്നാലും ചെറിയൊരു വേവില് സെറ്റ് ആയി. ഈ പൈപ്പിന്റെ പിന്നെ ചോട്ടില് ബക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് സൈഡിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിക്കാനുള്ള ബക്കറ്റിൽ വെള്ളവും പിടിച്ച് ഞാൻ നേരെ റൂമിൽ. സ്ഥിരമായിട്ട് ഞാൻ വെള്ളം പിടിച്ചു വെക്കുന്നോട് തന്നെ വെച്ചാ ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കേണ്ടി വരും. വെറുതെ ഞാൻ കാരണം ഇപ്പൊ 3-4 ലോക മഹായുദ്ധം തുടങ്ങണ്ടല്ലോ. കട്ടിലിന്റെ അടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താണ്ട് അതിന്റെ ഉള്ളിലേക്ക് നല്ല സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാരെങ്കിലും ഇവിടുന്ന് എടുത്താ നാളത്തിലെ വെള്ളത്തിൽ ഞാൻ ചൊറിയാല കുറച്ച് പൊടിയിട്ടു. വേഗം നടന്നു. ഷോപ്പിലെത്തിയപ്പോ മുതലാളി നല്ല മൂഡില്ല. ഏത് മൂഡ്? റൊമാൻറ്റിക് മൂഡ്. പിന്നെ മൂപ്പർക്ക് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ ഇരുത്തിയാണ് ഞാനും തുടങ്ങി സൈഡിൽ നിന്നാട്ട് ചെറിയൊരു ഗാനളയമ. അപ്പൊ എന്നോട് പറഞ്ഞു, എജ് പാട്ട് പാടി ഇവിടെ ആള് കൂടും, അതുകൊണ്ട് ബാഗ് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി വാട്ടോ. അവിടെ എത്തിയപ്പോണ്ട് ചങ്ങായി ആയിക്കൂടെ മുട്ടി തിരിഞ്ഞിറക്കും. അപ്പൊ എന്താന്നോ, ഓനക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തേച്ചിരിക്കുന്നത്. അത് കൊണ്ടുവരാൻ വരുന്ന ചങ്ങായി ആയിക്കൂടെ ആകെ അന്തം വിട്ടിറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മുട്ടി തിരിഞ്ഞിറക്കുന്നത്. എന്തായാലും നാട്ടിൽ നിന്ന് കൊടുത്ത സാധനത്തിന്റെ ഉദ്ഘാടനം ഞാനാ. ഫസ്റ്റ് തന്നെ ഉണ്ണിയപ്പം കിട്ടിയ. അങ്ങനെ നാട്ടിൽ നിന്ന് കൊടുത്ത ഉണ്ണിയപ്പം ആവശ്യത്തിലധികം കഴിച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്ന് തെരഞ്ഞെടുക്കും. പിന്നെ നേരെ ഷോപ്പിക്ക്. അപ്പൊ ഇതും ശുഭം.